ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈവനിങ് ടു നൈറ്റ് റുട്ടീനാണ്. ഇപ്പോൾ വെനസ്ഡേ വൈകുന്നേരം എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ആമി സ്കൂളിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ ചായയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം കട്ടനാണ് കുടിക്കുന്നത്. ഒന്നുകിൽ കട്ടൻ കാപ്പി അല്ലെങ്കിൽ കട്ടൻ ചായ. ഞാൻ ഇതിനു മുന്നേ ഒരുപാട് വ്ളോഗിൽ പറഞ്ഞിട്ടുള്ളതാണല്ലോ, നമ്മളിങ്ങനെ ഈ ഒരു ഈവനിങ് ടൈമാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുന്നൊരു ടൈമെന്ന് പറയുന്നത്. ആമി സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി വന്നതിന് ശേഷം ചായ കുടിക്കുന്ന സമയത്ത് ഞങ്ങൾ മൂന്നുപേരും കൂടി ഒരുമിച്ചിരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കും. അപ്പോൾ കുട്ടികൾക്കും അത് നമ്മൾ ഫാമിലി ആയിട്ട്, അതായത് അച്ഛനും അമ്മയൊക്കെ ചേർന്നിരുന്ന് സംസാരിക്കുന്ന കാണുമ്പോൾ ആ ഒരു ഫാമിലി വാല്യൂ മനസ്സിലാവും കേട്ടോ. ഇന്നത്തെ കാലത്ത് എല്ലാവരും ന്യൂക്ലിയർ ഫാമിലി തന്നെയാണ്. ഹസ്ബൻഡും വൈഫും ഒരു കുഞ്ഞും ഒക്കെ ആയിരിക്കുള്ളൂ കാണുന്നത്. നമ്മുടെ തിരക്കിനിടയിൽ, ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ഒക്കെ തിരക്കിനിടയിൽ നമ്മൾ മക്കളെ ശ്രദ്ധിക്കാതിരിക്കുക. അതുപോലെ തന്നെ എല്ലാവരും ഇപ്പോൾ എപ്പോഴും ഫോൺ ആണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനിടയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയും കൂടി ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എനിക്കത് നിർബന്ധമാണ് എല്ലാവരും ഒരുമിച്ചിരിക്കണമെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ചായ കുടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഹസ്ബൻഡ് ആമിയെ വിളിച്ചുകൊണ്ട് വന്ന സമയത്ത് തന്നെ സമോസ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ ഗ്രോസറീസൊക്കെ മേടിച്ചു എന്ന്. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കാനായിട്ട് എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു. 2-3 ദിവസം കൊണ്ട് കുറേ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇന്നാണ് അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നത്. നമ്മൾ മന്ത്ലിയാണ് ഗ്രോസറീസ് ഷോപ്പ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ലിസ്റ്റ് എഴുതിക്കൊണ്ട് പോകാറുണ്ട്. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുക്കും. എല്ലാ മാസവും ഞങ്ങൾ സാധനം എടുക്കാറുണ്ട് കേട്ടോ. ഒരു മാസം നമ്മൾ എടുക്കുന്ന സാധനം ബാലൻസ് ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കണക്കാക്കിയായിരിക്കും നെക്സ്റ്റ് മന്ത് എടുക്കുന്നത്. അപ്പോൾ ഇത്തവണ ഓണമൊക്കെ വരുമല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം സാധനങ്ങൾ വേണ്ടി വരും. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഗ്രോസറീസൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കാം. അപ്പോൾ അതിനിടയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം. അപ്പോൾ ഞാനാണെങ്കിൽ മുന്നേയൊക്കെ ഉള്ള എൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് എല്ലാവരുമായിട്ടും പെട്ടെന്ന് അങ്ങോട്ട് കമ്പനി അടിക്കും. അതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ ഒരു കാര്യം ഇരിക്കത്തില്ല കേട്ടോ. ഞാൻ എന്നെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയെക്കുറിച്ച് ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാനങ്ങ് മനസ്സിലൊന്നും വെക്കാതെ അങ്ങനെ അങ്ങ് ഓപ്പണായിട്ട് പറയുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എൻ്റേത്. അങ്ങനെ ആയിരുന്നു. പക്ഷേ പിന്നീടാണ് എനിക്കിപ്പോൾ, അതായത് ഒരു 2-3 വർഷം കൊണ്ട് എനിക്കത് മനസ്സിലായി ആ ഒരു സ്വഭാവം നല്ലതല്ല എന്ന്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിഷ്കളങ്കത കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം നമ്മൾ നമ്മുടെ ഫാമിലിയെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ നടക്കുന്ന ചെറിയ വഴക്കുകളാണെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും ഒക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരാണെന്ന് വിചാരിച്ചിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനോട് പറയുന്നതല്ലേ. പക്ഷേ ഈ കേൾക്കുന്ന ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അതിപ്പോൾ ആരായാലും, ഇപ്പോൾ ഹസ്ബൻഡിനോടാണെങ്കിലും ഇപ്പം അച്ഛനോടാണെങ്കിലും അമ്മയോടാണെങ്കിലും ഫ്രണ്ട്സിനോടാണെങ്കിലും ഇപ്പോൾ ബന്ധുക്കളാണെങ്കിലും ആരാണെങ്കിലും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അത് ആ ഒരു സമയത്ത് കേട്ടിട്ട് പിന്നീട് എപ്പോഴെങ്കിലും നമുക്കൊരു വിഷമം വരുമ്പോൾ ഇതെടുത്ത് അങ്ങോട്ട് പ്രയോഗിക്കും. പിന്നെ മാത്രമല്ല നമ്മളെ വല്ലാതെ അവരങ്ങ് ജഡ്ജ് ചെയ്യുകയും ചെയ്യും. ജഡ്ജ് ചെയ്യുക മീൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളത് എത്രത്തോളം പറഞ്ഞ് എനിക്ക് അത് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ചില സിറ്റുവേഷനിൽ അതായത് നമ്മൾ ഭയങ്കരമായിട്ട് നിസ്സഹായരായിട്ട് നിൽക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ സൈഡിൽ തെറ്റൊന്നും കാണില്ലായിരിക്കാം. നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ബോധ്യം കാണും നമ്മൾ തെറ്റുകാരല്ല എന്ന്. പക്ഷേ ഒരിക്കലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ നമ്മളെ മനസ്സിലാക്കിയെന്ന് വരത്തില്ല കേട്ടോ. എത്ര വലിയ ഫ്രണ്ടാണെന്ന് പറഞ്ഞാലും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ശരിക്കും നമ്മളൊരു പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരവസ്ഥ, അങ്ങനെ ഒരവസ്ഥ ഞാൻ ഒരുപാട് എൻ്റെ ലൈഫിൽ അത് ഫേസ് ചെയ്തിട്ടുള്ളതാണ്. ചിലപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടുണ്ട്, നമ്മളെ ആരും എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തതെന്ന്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ അതിനൊരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ. നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ മനസ്സ് വെട്ടി തുറന്നടിച്ച് നമ്മൾ ആരോടും പറയാതിരിക്കുക. അത് തന്നെയാണ് അതിനുള്ളൊരു സൊല്യൂഷൻ. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ആരോടെങ്കിലും പറഞ്ഞേ പറ്റുള്ളൂ, നിങ്ങൾക്ക് ആരോടെങ്കിലും പറഞ്ഞാലേ സമാധാനം കിട്ടുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരു സുഹൃത്ത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറായിരിക്കാം അത്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടപ്പിറപ്പായിരിക്കാം ആരെങ്കിലും ഒരാൾ. അപ്പോൾ ആ വ്യക്തി പുറത്ത് പറയില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങളത് പറയാവൂ. പിന്നെ മാത്രമല്ല, ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ സുഹൃത്തുക്കളില്ല, എനിക്ക് ആരും പറയാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മളോട് സംസാരിക്കാം, നമ്മുടെ മനസാക്ഷിയോട്, നമ്മുടെ ഉള്ളിൽ. അതായത് ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ എന്തെങ്കിലുമൊക്കെ ജോലി എടുക്കുന്ന സമയത്ത് ഞാൻ എന്നോട് തന്നെ സംസാരിക്കാറുണ്ട്, എൻ്റെ മനസാക്ഷിയോട് ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസം കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിക്കാം. അത് എത്ര പേർക്ക് അത്
അതിലൊക്കെ വിശ്വാസം ഉണ്ടെന്ന് എനിക്കറിയില്ല. നമ്മുടെ മനസാക്ഷിയോട് സംസാരിക്കുന്നത് തന്നെയാണ് ദൈവത്തോട് നമ്മൾ പറഞ്ഞ് സംസാരിക്കുന്നത്. രണ്ടാമതൊരാളിനോട് നമ്മൾ സംസാരിക്കുകയാണ്. അപ്പോൾ ആ കേൾക്കുന്ന ആൾ അത് ഒരു പക്ഷേ നമ്മുടെ മൈൻഡിൽ ദൈവമായിട്ട് നമ്മൾ സങ്കല്പിച്ചിട്ടായിരിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിനോട് സംസാരിക്കുന്നത് പോലെയോ ഒക്കെ നമുക്ക് നമ്മുടെ വിഷമങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചൊരു പാഠമാണ് കേട്ടോ. ഒരിക്കലും നമ്മുടെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വീഴ്ച അല്ലെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ നല്ല കാര്യങ്ങൾ എന്നിരിക്കട്ടെ, ഇതും നമ്മൾ ഒരു പരിധിക്കപ്പുറം മറ്റൊരാളായിട്ട് നമ്മൾ ഷെയർ ചെയ്യാതെ ഇരിക്കുക തന്നെ വേണം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും സ്വസ്ഥത കിട്ടത്തില്ല. കാരണം ഈ ലോകം അങ്ങനെയാണ്, നമ്മളെ ആരും വിശ്വസിക്കില്ല. നമ്മളെ ഏത് നിമിഷവും പുറകിൽ നിന്ന് കുത്തുന്ന തരത്തിലുള്ള ആൾക്കാരുടെ കൂടെയാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ പോലും നമ്മളെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല, നമ്മുടെ സിറ്റുവേഷൻ എത്രയൊക്കെ പറഞ്ഞാലും. അപ്പോൾ എനിക്കിത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. വൈകുന്നേരത്തെ ഡിന്നറിന് വേണ്ടിയിട്ട് ഇന്ന് ഇഡ്ഡലിയും സാമ്പാറുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ള ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു. ഞാനങ്ങനെ എപ്പോഴും മാവ് മേടിക്കാറില്ല കേട്ടോ, വല്ലപ്പോഴും ആണ്. വീട്ടിൽ തന്നെയാണ് ഞാൻ മാവ് അരയ്ക്കുന്നത്. കല്യാണം കഴിഞ്ഞ് വന്ന ടൈമിലൊക്കെ എനിക്ക് ഇങ്ങനെ മാവ് അരയ്ക്കാൻ അറിയില്ലാത്തത് കൊണ്ട് കടയിൽ നിന്ന് മേടിക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, ഞാനത് പഠിച്ചതുകൊണ്ട് ഞാനിപ്പോൾ വീട്ടിൽ തന്നെ മാക്സിമം ദോശമാവ് അരയ്ക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ തിരക്കിനിടയിൽ നമുക്ക് അരയ്ക്കാനുള്ള സമയം കിട്ടിയില്ലായിരുന്നു. കടയിൽ നിന്ന് മേടിച്ച മാവാണ്. പിന്നെ ടിഫിൻ സാമ്പാറാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാമ്പാർ പരിപ്പ് ഞാനൊന്ന് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ തമിഴ്നാട്ടിലെ സ്പെഷ്യൽ സാമ്പാറാണത്. ഇവിടുത്തെ ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന സാമ്പാറില്ലേ, അതാണ്. അപ്പോൾ ഇത് രണ്ടും ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് നേരെ പോയിട്ട് ആമിയെ പഠിപ്പിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പാടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ആമിക്ക് ഒരുപാട് ഹോംവർക്സ് ഒക്കെ ഉണ്ട്. പിന്നെ എക്സാമിൻ്റെ ടൈം അടുത്തിട്ടുണ്ട്. ഇവർക്ക് ഇവിടെ സെപ്റ്റംബർ മാസം എക്സാം ഉണ്ട്, ഫസ്റ്റ് ടൈമിൻ്റെ എക്സാമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റിവിഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ആമിയെ പഠിപ്പിച്ചെടുക്കാനായിട്ട് കുറേ പാടുപെടേണ്ടി വരും. അതായത് അവൾ പറയുന്നതൊക്കെ കറക്റ്റായിട്ട് എഴുതുന്ന കുട്ടിയാണ്, അങ്ങനെ വാശിയൊന്നുമില്ല. പക്ഷേ എന്നാലും ടൈം ഒരുപാട് എടുക്കാറുണ്ട്, കാരണം ഒരുപാട് ഹോംവർക്കൊക്കെ ഉള്ളതുകൊണ്ട്. അങ്ങനെ അവളെ പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ഇതുപോലെ തമിഴ് പഠിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ബാലൻസ് എല്ലാ സബ്ജക്റ്റും ഞാൻ തന്നെയാണ് കേട്ടോ അവളെ പഠിപ്പിക്കുന്നത്. പരിപ്പ് ഞാൻ വേവിക്കാനിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതൊരു 3-4 വിസിൽ കേൾപ്പിച്ചതിന് ശേഷം സവാള ഒന്ന് ചെറുതായിട്ട് നുറുക്കിയതും, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഒരു മുരിങ്ങയ്ക്ക 5-6 പീസായിട്ട് കട്ട് ചെയ്തതും, പിന്നെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടി കട്ട് ചെയ്ത് ഈ പരിപ്പിലേക്ക് ഇട്ടിട്ട് വീണ്ടും 2 വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുത്തു. അതിനുശേഷം നന്നായിട്ട് ഇത് വെന്ത് കിട്ടിയതിന് ശേഷം അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ സാമ്പാർ പൊടിയും ഒന്ന് മിക്സ് ചെയ്ത്, അതായത് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് ലൂസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചതിന് ശേഷം മല്ലിയിലയും കൂടി ചേർത്തിട്ട് കടുക് താളിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ സിമ്പിളാണ്. നമ്മുടെ ഇവിടുത്തെ ഹോട്ടൽ സാമ്പാർ എന്ന് പറയുന്നത് നാട്ടിലത്തെ പോലെയല്ല കേട്ടോ, നല്ല നീട്ടിയാണ് എടുക്കുന്നത്. ചാറ് നന്നായിട്ട് കാണും, അതുപോലെ കുറുകിയിരിക്കുന്ന സാമ്പാറല്ല. രാവിലെ അരച്ചിട്ടുണ്ടായിരുന്ന പൊട്ടുക്കടല ചമ്മന്തിയും സാമ്പാറും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഞങ്ങൾ കഴിക്കാനായിട്ട് പോയി. അപ്പോൾ ഇന്നത്തെ ഡിന്നർ അതായിരുന്നു. വൈകുന്നേരങ്ങളിൽ ഞാൻ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഇതുപോലെ കാപ്പി തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, ടിഫിൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഈ കാപ്പി എന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്, ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്ന ടൈമിൽ അടുത്ത വീട്ടിലെ ആൻറ്റി തമിഴാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, അപ്പോൾ അവരെന്നോട് വന്ന് ചോദിക്കും രാവിലെ എന്താ കഴിച്ചതെന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ നാട്ടിലത്തെ രീതിയിൽ പറയും രാവിലത്തെ കാപ്പി ഇതാണ് എന്ന് പറയുമ്പോൾ ആൻറ്റി ഇങ്ങനെ അന്തം വിട്ടിരിക്കാറുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഞങ്ങൾ ട്രിവാൻഡ്രത്തിലൊക്കെ കാപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്, അല്ലെങ്കിൽ ടിഫിനാണ് കാപ്പി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, കാപ്പി ഇല്ലേ, അതായത് നമ്മുടെ കോഫി ഇല്ലേ, കോഫിക്കാണ് അവർ കാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്നത് ഓർത്തതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ നൈറ്റിലുള്ള എൻ്റെ വീട് ക്ലീൻ ചെയ്യുന്ന റൊട്ടീനാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഡെയിലി ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് എന്ത് തന്നെ അസ്വസ്ഥത ഉണ്ടെങ്കിലും എത്ര വയ്യായിക ഉണ്ടെങ്കിലും ഈ ഒരു രീതിയിലാണ് എൻ്റെ നൈറ്റ് റൊട്ടീൻ എന്ന് പറയുന്നത്. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നേരെ വന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. അതിനുശേഷം പിന്നീട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കും. പിന്നെ സ്റ്റൗ ഡെയിലി ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കാറുണ്ട് കേട്ടോ, കാരണം നമ്മൾ ഡെയിലി കുക്കിംഗ് ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് തന്നെ നന്നായിട്ട് അഴുക്ക് പിടിച്ചിരിക്കും. പിന്നെ പാറ്റയുടെയും പല്ലിയുടെയൊക്കെ ശല്യം ഒരുപാട് ഉണ്ടാവും. നമ്മുടെ വീട്ടമ്മമാർ മെയിനായിട്ട് നേരിടുന്ന പ്രശ്നമാണല്ലോ പാറ്റ പല്ലി എന്നിവയുടെ ശല്യം. അപ്പോൾ നമ്മൾ എത്രയൊക്കെ ക്ലീൻ ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മുടെ കിച്ചണിൽ പാറ്റ പല്ലി വരാതിരിക്കാനായിട്ട് കർപ്പൂരം ഇല്ലേ,
നമ്മുടെ പൂജാ റൂമിൽ വയ്ക്കുന്ന കർപ്പൂരം അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിരുന്നാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയായിട്ട് ഇതുപോലെ കർപ്പൂരം വെച്ചിരുന്നാൽ മതി. പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്ക് നിങ്ങളതെടുത്ത് മാറ്റണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തുടയ്ക്കണം. അതിന് ശേഷമാണ് കൗണ്ടർ ടോപ്പിൽ ആഹാരമൊക്കെ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ വീടിനുള്ളിലെ ഫുഡ് വേസ്റ്റ് എല്ലാം എടുത്ത് മാറ്റണം. എല്ലാ ദിവസവും രാത്രി കിടക്കുമ്പോൾ നമ്മുടെ കിച്ചണിനുള്ളിൽ ആഹാരത്തിൻ്റെ വേസ്റ്റ് ഇരിപ്പുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റി തന്നെ ശീലിക്കുക. എന്നാൽ പാറ്റ പല്ലി ഇതിൻ്റെ ഒന്നും ശല്യം ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പം ഞാൻ ഡെയിലി ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഹസ്ബൻഡ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പോയിട്ട് ആ ഫുഡ് വേസ്റ്റ് കൊണ്ടുപോയി കളയും. എന്നിട്ടാണ് എനിക്ക് ഡസ്റ്റ്ബിൻ കഴുകാനായിട്ട് പറ്റുള്ളൂ. ഇതിനിടയിൽ തന്നെ ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മുടെ സ്റ്റൗ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടിട്ടുണ്ട്. പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പ് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള വെള്ളക്കടല കൂടി വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. പിറ്റേ ദിവസത്തേക്ക് നമുക്ക് പുട്ടും കടലക്കറിയാണ്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ വീടിനുള്ളിലൊക്കെ ഒന്ന് അടിച്ച് വരാനുണ്ട്. അപ്പോൾ ഞാൻ എന്നും രാത്രി കിടക്കുന്നതിന് മുന്നേ കിച്ചണും അതുപോലെ തന്നെ നമ്മുടെ വീടിനുള്ളിലെ എല്ലാ റൂമുകളും ഹാളും എല്ലാം ഞാൻ അടിച്ച് വാരി ഇട്ടിട്ടേ കിടക്കാറുള്ളൂ. കാരണം പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കും. മാത്രമല്ല നമുക്ക് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ജോലിയും പിടിച്ചുകൊണ്ട് കയറാനായിട്ട് പറ്റില്ലല്ലോ. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുന്നത് ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഒട്ടും പറ്റില്ല. അതുകൊണ്ട് തലേ ദിവസം നൈറ്റ് എല്ലാ ദിവസവും നൈറ്റ് ഞാനിങ്ങനെ വീടിനുള്ളിൽ മൊത്തം അടിച്ച് വാരിയിട്ടിട്ടാണ് കിടക്കുന്നത്. തിങ്കളാഴ്ചയും അല്ലെങ്കിൽ ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ പിന്നെ വ്യാഴാഴ്ച നൈറ്റൊക്കെ ഇതുപോലെ ഒന്ന് മോപ്പിങ്ങും കൂടെ ചെയ്തിട്ടാണ് കിടക്കുന്നത്. കാരണം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ രാവിലെ വിളക്ക് വെക്കുന്നതുകൊണ്ട് കേട്ടോ. തലേ ദിവസം ഞാനിങ്ങനെ മോപ്പിംഗ് ചെയ്യാറുണ്ട്. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ മാക്സിമം ഞാൻ മോപ്പിംഗ് ചെയ്യാനായിട്ട് നിൽക്കാറില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കിച്ചണിലെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് എല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ട് പിന്നെ കുടിക്കാനുള്ള വെള്ളം കൂടി എടുത്തുകൊണ്ടാണ് ഞാൻ റൂമിലേക്ക് പോകുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ എല്ലാ ലൈറ്റും ഓഫ് ചെയ്തതിന് ശേഷം നേരെ വന്നിട്ട് ആമിക്കുള്ള യൂണിഫോമൊക്കെ അയൺ ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇത് ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യമാണ്. കാരണം ആമിയുടെ യൂണിഫോം തലേ ദിവസം അയൺ ചെയ്ത് ഞാനിങ്ങനെ ചെയറിലിട്ടേക്കും. രാവിലെ എഴുന്നേറ്റിട്ട് ചെയ്യാനുള്ള സമയം കിട്ടാറില്ല കേട്ടോ. ഡെയിലി ചെയ്യുന്ന കാര്യമാണിത്. പിന്നെ അതുപോലെ തന്നെ ആമി സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ആ യൂണിഫോമും അങ്ങ് കഴുകി ഇട്ടേക്കും. പിന്നെ ഇതിനിടയിൽ തന്നെ ഞാൻ പോയിട്ട് കുളിച്ചിട്ടുണ്ട്. നന്നായിട്ട് കുളിച്ച് ഫ്രഷായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഇത്രയും നേരത്തെ കിച്ചണിലെ ജോലി എല്ലാം കഴിഞ്ഞിട്ട് ടയേർഡായിട്ട് ഇരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ വന്നിട്ട് കുളിച്ച് ഫ്രഷായതിന് ശേഷം തല കുളിച്ചിട്ടില്ല, മേലാണ് കഴുകിയിട്ടുള്ളത്. അതിനുശേഷം ഒന്ന് ചെറിയൊരു സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഹിമാലയയുടെ ക്ലാരിനയുടെ ക്രീമാണ് ഞാൻ നൈറ്റ് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. കാരണം എനിക്ക് മുഖക്കുരു ഒരുപാടുണ്ടായിരുന്നു കേട്ടോ, പിമ്പിൾസ്. അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് പറഞ്ഞു തന്നത്, അഞ്ജുവാണ് പറഞ്ഞു തന്നത്. ഹിമാലയയുടെ ക്ലാരിന യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ എവിടെയാണോ പിമ്പിൾസ് ഉള്ളത് ആ പോർഷനിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ മുഖത്തുള്ള പിമ്പിൾസ് ഉള്ള ഭാഗത്ത് മാത്രം തേച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടോ. പിന്നെ ഞാൻ രാവിലെയും കൂടി ചെയ്യും. രാവിലെ ഉറക്കം എഴുന്നേറ്റ് കുളിച്ചതിന് ശേഷവും അതുപോലെ തന്നെ നൈറ്റ് കിടക്കുന്നതിന് മുന്നേയും ഈ ക്ലാരിന യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്തതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റം ഉണ്ട് കേട്ടോ. നന്നായിട്ട് പിമ്പിൾസും അതിൻ്റെ മാർക്സൊക്കെ ഉണ്ടായിരുന്നതാണ്. 160 റുപ്പീസോ മറ്റേ ഉള്ളൂ. നല്ല റേറ്റ് കുറവാണ്. എല്ലാ മെഡിക്കൽ സ്റ്റോറിലും കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.